പാലക്കാട് ചിറ്റൂരിൽ പുഴയിൽ കുടുങ്ങിയവരെ രക്ഷിച്ചതും തിരുവനന്തപുരത്ത് മാലിന്യ കൂമ്പാരത്തിനിടയിൽപ്പെട്ട് മരിച്ച ജോയിയെ തിരയുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തികളുമെല്ലാം നമ്മൾ ഈ ആഴ്ച കണ്ടതാണ്. അതുമാത്രമല്ല, നാട്ടിൽ എന്ത് അപകടം സംഭവിച്ചാലും വെള്ളപ്പൊക്കം മുതൽ വളർത്തുമൃഗങ്ങൾ കിണറ്റിൽ വീണാൽ പോലും ആദ്യം ഓടിയെത്തുന്നത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ്. ഇത്രയേറെ സാഹസികമായി ജനങ്ങളുടെ ജീവനും സ്വത്തും രക്ഷിക്കുന്ന അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർക്ക് സർക്കാർ നൽകുന്ന റിസ്ക് അലവൻസ് എത്രയാണെന്നറിയാമോ? 200 രൂപ മാസം. അതായത് ഒരു ദിവസം 6 രൂപ 66 പൈസ. ഇത്രയേറെ അപകടകരമായ സാഹചര്യങ്ങൾ നേരിടുന്ന സേനാംഗങ്ങൾക്ക് സർക്കാർ നൽകുന്ന റിസ്ക് അലവൻസ് തീരെ കുറവാണെന്നാണ് വിലയിരുത്തൽ. അടിസ്ഥാന ശമ്പളത്തിന്റെ 40% മറ്റ് സേനാംഗങ്ങൾക്ക് റിസ്ക് അലവൻസ് ലഭിക്കുമ്പോൾ 10% ഫയർഫോഴ്സിന് നൽകണമെന്നാണ് ആവശ്യം. റിസ്ക്കുള്ള ജോലികളാണ് നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു മരം റോഡിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ മരം മുറിക്കാരായി മാറുന്നു. അതുപോലെ തന്നെ ശുചിമുറി മാലിന്യങ്ങളൊക്കെയുള്ള സെപ്റ്റിക് ടാങ്കിൽ പശു അവപ്പെട്ടാലും നമ്മൾ ആ സെപ്റ്റിക് ടാങ്കിൽ ഇറങ്ങിക്കൂടാണ് നമ്മൾ പശുവിനെ വരെ രക്ഷപ്പെടുത്തുന്നത്. എല്ലാ റെസ്ക്യൂ വർക്കുകളും റിസ്ക്കുള്ള തന്നെയാണ്. അപ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ബേസിക്കിൻ്റെ 10% നമുക്ക് റിസ്ക് അലവൻസായിട്ട് അനുവദിക്കണമെന്ന് തന്നെയാണ്. മുഖ്യമന്ത്രിക്കുൾപ്പെടെ വിഷയം ചൂണ്ടിക്കാട്ടി കത്ത് നൽകിയിട്ടുണ്ടെങ്കിലും വിഷയം ഇതുവരേക്കും സർക്കാർ പരിഗണിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ സർക്കാർ അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്ക് ആശ്വാസകരമാകുന്ന നടപടിയെടുക്കണമെന്ന ആവശ്യം സംഘടനാ ഭാരവാഹികൾ ഉയർത്തുന്നു. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.